മലയാള സിനിമയിൽ ആർക്കുനേരെ എപ്പോൾ വേണമെങ്കിലും ഏതൊരു ആരോപണവും തലപൊക്കാം എന്ന സാഹചര്യത്തിലൂടെയാണ് കുറച്ചു കഴിഞ്ഞ ദിവസങ്ങളെ ചലച്ചിത്ര ലോകം കടന്നുപോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുവരുന്നതിന് പിന്നാലെ പലയിടങ്ങളിൽ നിന്നായി പ്രമുഖ താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളും അടക്കം ഉള്ളവർ കുറ്റാരോപിതരായി. ഇതിലൊന്ന് റീമ കണ്ടിലെങ്കിലും സംവിധായകൻ ആഷിഖ് അബു എതിരായിരുന്നു. തമിഴ് ചലച്ചിത്ര ലോകത്തെ ഗായിക സുചിത്ര അഥവാ സുജി ലീക്സ് എന്ന പേരിൽ പ്രശസ്തി ആർജിച്ച വിവാദങ്ങളുടെ കളിത്തോഴിയായ അവർ മലയാള ചലച്ചിത്ര മേഖലയെ വിരൽ ചൂണ്ടുകയായിരുന്നു. ആഷിഖിനെയും റിമിയെയും ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ ഇരുവർക്കും പ്രതികരിച്ചില്ല. എങ്കിൽ ഇപ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റിമ കല്ലിങ്കൽ പരസ്യമായി ഇൻസ്റ്റാഗ്രാമിൽ വെളിപ്പെടുത്തി. ഫഹദ് ഫാസിൽ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പരാമർശവും റിമയുടെ പക്കൽ നിന്നുള്ള മറുപടിയുണ്ട്. നിയമപരമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് റിമയുടെ തീരുമാനം. റിമിയുടെ പ്രസ്താവനയിലെ വാചകങ്ങളിലേക്ക് കടക്കാം. വർഷങ്ങളായി നിങ്ങൾ പലരും WCCക്കും അതിൻ്റെ ലക്ഷ്യത്തിനും ഒപ്പം നിലകൊണ്ടവരാണ്. ഈ പിന്തുണയും വിശ്വാസവുമാണ് എന്നെ ഇപ്പോൾ ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളെ പല മാധ്യമ സ്ഥാപനങ്ങളും തമിഴ് ഗായിക സുചിത്രയുമായുള്ള ഒരു YouTube ചാനൽ നടത്തിയ അഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടിരുന്നു. 30 മിനിറ്റ് നീളുന്ന ആ അഭിമുഖത്തിൽ അവർ പറഞ്ഞ പല പേരുകൾ എടുത്തു പറഞ്ഞു എന്നുകൊണ്ട് മാത്രമല്ല, 2017 ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്ന അതിജീവിതയെ അധിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് അവർക്ക് അറിവുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സുചിത്രയുടെ വാദം. അതുമാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഫഹദ് ഉൾപ്പെടെയുള്ള നടന്മാരെ കരിയർ നശിപ്പിക്കാൻ ഗൂഢാചരണം നടത്തിയെന്നും അവർ പരാമർശിക്കപ്പെട്ടു. ഇതൊന്നും മുഖ്യധാര മാധ്യമങ്ങളിൽ വാർത്തയായില്ലെങ്കിലും എന്നെക്കുറിച്ചുള്ള അവരുടെ അടിസ്ഥാനപരമായ പ്രസ്താവന ശ്രദ്ധ നേടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതി കൊടുക്കുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു കഴിഞ്ഞു.